ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മട്ടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മട്ടൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1/2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കിയതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ട മസാലകളാണിത്. 4 സ്പൂൺ മല്ലിപ്പൊടിയും 4 സ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഒരു പാനിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വറുത്തെടുത്തതാണ്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ അരമുറി നാളികേരം ചിരകിയത്, പിന്നെ 10-15 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ പെരിഞ്ജീരകം, 2 നേന്ത്രക്കായ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി, 5-6 പച്ചമുളക്, പിന്നെ ഒരു കുടം വെളുത്തുള്ളി. ഇത് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ 3 സവാള ചെറിയതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു തക്കാളി കഷ്ണങ്ങളാക്കിയത്, പിന്നെ കറിവേപ്പില. ആദ്യം ഒരു കുക്കർ എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഈ സവാള നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ സവാളയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി ഇതിൽ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയുടെ ആ ക്രഷ് ചെയ്ത മിശ്രിതം ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. ഇനി തക്കാളി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് വേവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അര ഗ്ലാസ് വെള്ളം കൂടി ഇതിൽ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. 3 വിസിൽ മതിയാകും. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എടുത്തു വെച്ച നാളികേരവും ചുവന്നുള്ളിയും കറിവേപ്പിലയും പിന്നെ 1 സ്പൂൺ പെരിഞ്ജീരകവും ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നാളികേരമൊക്കെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ കുക്കർ 3 വിസിലൊക്കെ വന്ന് മട്ടൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേന്ത്രക്കായ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിപ്പോൾ വറുത്തരച്ച നാളികേരവും ചേർത്ത് ഒരു 5 മിനിറ്റ് കൂടി ഇത് തിളപ്പിക്കാം. ലോ ഫ്ലെയിമിൽ ഇത് തിളപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇതിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ കറിയൊക്കെ കുറുകി പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.